ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളിത് എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് ഓഫായിരുന്നു. അപ്പം വിചാരിച്ച് എന്നാൽ പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി വിചാരിച്ചു. പള്ളി വെറുതെ അല്ല പോകുന്നത്. മെയിൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് കുറേ നാളായി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് കാണാൻ വേണ്ടി വരുന്നത്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾ പോവുക. ഒന്നാമത്തെ നൈറ്റ് ഓഫ് ഇറങ്ങിയതിൻ്റെ ഉറക്കക്ഷീണത്തിൽ ഉച്ചയായപ്പോഴാണ് പോയത്. ഒരു 1:30-2 മണിയായി കാണുമായിരിക്കും. പിന്നെ ഞങ്ങൾ പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിൽ കയറി തൊഴുതിട്ട് പിന്നെ മെഴുകുതിരി വാങ്ങി കത്തിച്ച് പിന്നെ നോക്കാത്ത കൂട്ടുകാരന്മാർ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവന്മാർ പള്ളിയിൽ കയറി തൊഴുതിട്ട് നേരത്തെ അങ്ങ് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളും പിന്നെ ഇവിടുന്ന് നടന്ന് വീണ്ടും അവന്മാരെ തിരക്കി അവിടെ ചെന്ന് നോക്കാൻ നേരത്തെ എൻ്റെ കൂട്ടുകാരിമാരെ കണ്ടിട്ട് കുറേ നാളായി കണ്ടിട്ട്, കുറേ നാൾക്ക് ശേഷം മീറ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ തക്കുട് മോള്. എനിക്ക് ഫ്രണ്ടെന്ന് പറയാനേ പേടി, കാരണം ഫ്രണ്ടെന്ന് പറയുന്നവരെല്ലാം ശത്രുക്കളായ ചരിത്രം എനിക്ക് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇവളങ്ങനെ അല്ല കേട്ടോ. ഇവളെനിക്ക് സ്പെഷ്യലെന്ന് പറയുന്നത് ബെറ്റർ എന്ന് തോന്നുന്നു ഫ്രണ്ടിനെക്കാളും. പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ആർപ്പി മാൾ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നുമല്ല, ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. കുറേ നാളായില്ലേ കണ്ടിട്ട്, അപ്പോൾ അവിടെ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഫ്രണ്ട്സുമായിട്ട് ആർപ്പി മാളിൽ വന്ന്. എനിക്കൊന്നും ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെ ആർപ്പി മാളിൽ വന്നിട്ടില്ല, പ്രത്യേകിച്ചും ദേവു, ഗായു, അപർണയൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ചുമ്മാ തേരാപ്പാര ആർപ്പി മാളിൽ പോയി നടന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മിററിൽ പോയി മിറർ സെൽഫിയൊക്കെ എടുത്ത് ചുമ്മാ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. വേറെ കാര്യമൊന്നുമില്ല ആർപ്പി മാളിൽ പോയിട്ട്. പക്ഷേ ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഫോട്ടോസും വീഡിയോസും ഇതിലെടുത്തതെല്ലാം. എന്തോ നല്ല ക്യൂട്ട്നെസ് തോന്നി. എനിക്കത്ര ക്യൂട്ട്നെസ് ഇല്ലെങ്കിൽ പോലും എന്തോ ഈ കണ്ണാടി നോക്കി ഫോട്ടോ എടുത്തപ്പോഴും വീഡിയോ എടുത്തപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ നേരം പിന്നെ അതിൻ്റെ അകത്തിരുന്ന് എല്ലാവരും ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. കാരണം ഒത്തിരി നാൾക്ക് ശേഷമല്ലേ കാണുന്നത്. അപ്പം തകർത്തങ്ങ് ഫോട്ടോ എടുക്കാത്ത ആരാ ഉള്ളതല്ലേ. ഫോണും ഒരു മിററും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുപ്പ് തന്നെയല്ലേ ജോലി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. നല്ല കൊടും വെയിലും കൊണ്ടാണ് തിരിച്ചു വന്നത്. എൻ്റെ ഫേസ് ആണെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന ഫേസാണ്. നല്ല ഓയിലി സ്കിന്നായിട്ടുള്ള ഫേസാണ്. ഭയങ്കര പിമ്പിൾസ് ഉണ്ടായിരുന്നു. പിമ്പിൾസ് ഇല്ലാത്ത ഫേസിനകത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ 6-8 മാസമായിട്ട് നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് മാറ്റിയത്. അത് ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോസ് ഇടാവേ. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് ഒരു 1 മന്തായിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് വന്നാലും രാവിലെ മോർണിംഗ് എഴുന്നേറ്റാലും സെറ്റാഫിലിൻ്റെ ക്ലെൻസർ യൂസ് ചെയ്ത് മുഖം നല്ല രീതിയിൽ വാഷ് ചെയ്യും. അതുപോലെ ഓയിൽ സ്കിന്നിനുള്ള ടൈപ്പ് ഓയിൽ സ്കിന്നിൻ്റെ ക്ലെൻസറുണ്ട്, അത് തന്നെ മേടിക്കണം. എൻ്റെ സ്കിന്നാണെങ്കിൽ നല്ല ഓയിൽ സ്കിൻ. എൻ്റെ പൊന്നെ, എനിക്ക് വേണ്ടി എണ്ണ കണ്ടുപിടിച്ചതാണോ, വീട്ടിലേക്ക് വേണമെങ്കിൽ ഊറ്റിയെടുക്കാനുള്ള എണ്ണ എൻ്റെ ഫേസിൽ തന്നെ കിട്ടും. പിന്നെ ക്ലെൻസർ കൊണ്ട് ഫേസ് നല്ല രീതി ക്ലീൻ ചെയ്ത് പിന്നെന്താ ഫേസ് വാഷ് ചെയ്ത് തുടച്ച ശേഷം പിന്നെ ഞാൻ രണ്ടാമത് ചെയ്യുന്നത് ടോണർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ ടോണറാണ്. എൻ്റെ ടോണർ തീരാറായി. ഞാനാണെങ്കിൽ പിശിക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ടോണർ ആണെങ്കിൽ സ്പ്രേ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നയാസിനമൈഡ് ടോണറാണ്. 1 മന്തായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിശിക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ റൈസ് വാട്ടറാണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും സ്പോട്ട്സൊക്കെ ടൈറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ സ്പ്രേ മോഡലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതാണെങ്കിൽ നല്ലതാണ്, നമുക്ക് മുഖത്ത് എല്ലായിടത്തും എത്തും. പക്ഷേ എന്നാലും എൻ്റെ പിശുക്ക് കാരണം ഞാൻ കോട്ടൺ എടുത്തിട്ട് എല്ലാ മുക്കിനും മൂലയിലെല്ലാം കൂടി തേച്ച് പിടിപ്പിച്ച് തുടയ്ക്കുകയാണ്. അപ്പോൾ ആ കോട്ടണിനകത്താണെങ്കിൽ എൻ്റെ നമ്മൾ ഈ ടാൻ അടിച്ചിട്ടാണ് വെയിൽ കൊണ്ടിട്ട് വന്നതിൻ്റെ ആ വിയർപ്പിൻ്റെ അരിക്കൊക്കെ അതിനകത്ത് പറ്റിയാണ്. ഇത് നല്ലൊരു ഇതാണ്, ടോണറാണ്. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഞാൻ സെറം യൂസ് ചെയ്യുന്ന മുമ്പിട്ട് ഈ ടോണർ യൂസ് ചെയ്ത ശേഷം സെറം യൂസ് ചെയ്യത്തുള്ളൂ. രാവിലെ ഫേസിൽ ആദ്യമേ സെറ്റാഫിൽ കൊണ്ട് ക്ലെൻസർ ചെയ്യും, പിന്നെ ടോണർ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഡെർമോടെക്കിൻ്റെ സെറം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മന്ത് ആയിട്ടുള്ള ഫസ്റ്റ് ബോട്ടിലെല്ലാം നല്ല രീതിയിൽ ഞാൻ പിശിക്കുന്നുണ്ട്. ഈ സെറം ആണെങ്കിൽ കൂടുതൽ എടുക്കണം, 2 ഡ്രോപ്സ് മാത്രമേ എടുക്കണം. പക്ഷേ ഞാൻ അതിന് വീഡിയോ എടുക്കാൻ നേരത്തെ ഇച്ചിരി കൂടി കൂടുതൽ എടുത്താൽ നമുക്ക് ഒരു ഡൗട്ടുണ്ട്. പക്ഷേ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്തിരി എടുത്തിട്ട് യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ പിശിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അതാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ അധികം യൂസ് ചെയ്താലും അത് നമ്മൾ സ്കിന്നിന് അത് എഫക്റ്റ് ആവും. 2 ഡ്രോപ്സ് വെച്ച് യൂസ് ചെയ്യുമ്പോഴുണ്ടല്ലോ അപ്പോൾ അധികം നമ്മുടെ സ്കിന്നുമായിട്ട് അത് അറ്റാച്ച്ഡ് ആവും. യൂസ് ചെയ്യുന്ന സെറം എന്ന് പറഞ്ഞാൽ ഡെർമോടെക്കിൻ്റെ 10% നയാസിനമൈഡ് സെറം ആണ്. ഈ സെറം കൊണ്ടുള്ള ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും ഡാർക്ക് സ്പോട്ട് മാറ്റാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈവൺ ഒരു സ്കിൻ ടോൺ നമുക്ക് ഈ സെറം കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എല്ലാം കഴിഞ്ഞ വെച്ചാൽ ഞാൻ എൻ്റെ സ്കിൻ ടോൺ ഒന്ന് നോക്കിയതൊക്കെ കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുഖത്തൊരു പ്രത്യേക ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും. എൻ്റെ സ്കിൻ ഇങ്ങനെയല്ലായിരുന്നു. ആദ്യമേ കുരുപ്പൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ മുഖത്ത് എല്ലാവരും കൂടി എൻ്റെ പൊന്നെ മണർത്തരിയാണെങ്കിൽ എന്തിനാണെന്നറിയത്തില്ല എവിടുന്നൊക്കെയോ ഒരു കുന്നുകൂട്ട് കുരുപ്പുകൾ വന്ന്. എൻ്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോവും. എങ്ങനെയൊക്കെയോ ഈ രൂപത്തിലായി. എൻ്റെ കൂട്ടുകാരായിട്ട് കളിയാക്കി കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ ഈ കുരുപ്പ് പിമ്പിൾസ് മാറിയതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.